നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കേരള സർക്കാർ വകുപ്പിൽ കരാർ നിയമനം. കേരള സർക്കാർ വകുപ്പിൽ മികച്ച ശമ്പളത്തോടെ കരാർ അടിസ്ഥാനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഒരു അവസരം വന്നിരിക്കുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് LSGD പ്ലാനർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികളിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാനിംഗ് വിഭാഗത്തിലാണ് നിയമനം നടത്തുന്നത്. 1,00,000 മുകളിൽ ശമ്പളമുള്ള ഈ അവസരം ടൗൺ പ്ലാനിംഗ് രംഗത്ത് പരിചയമുള്ളവർക്ക് ഏറെ പ്രയോജനകരമായിരിക്കും. ഒഴിവുകളുടെ എണ്ണം. പ്ലാനർ കൺസൾട്ടന്റ് തസ്തികയിൽ മൊത്തം 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഴിവുകൾ കുറവായതിനാൽ യോഗ്യതയുള്ളവർ വേഗത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യത: അപേക്ഷിക്കുന്നവർക്ക് നിർബന്ധമായും ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രൊഫഷണലുകൾക്ക് ഇത് ഏറെ അനുയോജ്യമായ ഒരു അവസരമാണിത്. പ്രായപരിധി: 2026 ജനുവരി 1 50 വയസ്സ് കവിയരുത്. അതിനാൽ പ്രായപരിധി കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അപേക്ഷിക്കാവൂ. ശമ്പളം: ഈ തസ്തികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 51,600 രൂപ ഏകീകൃത ശമ്പളം ലഭിക്കും. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണെങ്കിലും ശമ്പളം വളരെ ആകർഷകമാണ്. നിയമനത്തിന്റെ സ്വഭാവം: കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. LSGDയുടെ പ്ലാനിംഗ് വിഭാഗത്തിൽ നിയമനം. സംസ്ഥാനതല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇത് സ്ഥിരം നിയമനമല്ലെങ്കിലും ഭാവിയിൽ മികച്ച കരിയർ അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാകും. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ടത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. CMD മുഖേനയാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ നടക്കുന്നത്. അവസാന തീയതി ഫെബ്രുവരി 27 ആണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടില്ല. കൂടുതൽ വിവരങ്ങൾ: വിശദമായ വിജ്ഞാപനം CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. യോഗ്യത, എക്സ്പീരിയൻസ്, കരാർ വ്യവസ്ഥകൾ തുടങ്ങിയവ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് ഉറപ്പാക്കണം. ആർക്കൊക്കെ അപേക്ഷിക്കാം? ടൗൺ പ്ലാനിംഗ് മേഖലയിലെ പ്രൊഫഷണലുകൾ, 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ, സർക്കാർ പദ്ധതി മേഖലയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം സ്വീകരിക്കാൻ തയ്യാറുള്ളവർ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഓൺലൈൻ അപേക്ഷ മാത്രം അംഗീകരിക്കും. യോഗ്യതയും പരിചയവും കൃത്യമായി രേഖപ്പെടുത്തണം. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പരിശോധിക്കാതെ അപേക്ഷിക്കരുത്. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മികച്ച ശമ്പളത്തോടെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു മികച്ച അവസരമാണ്. ഒഴിവുകൾ കുറവായതിനാൽ മത്സരം ശക്തമായിരിക്കും. അതിനാൽ യോഗ്യതയുള്ളവർ വൈകാതെ അപേക്ഷ സമർപ്പിക്കുക. ഇത്തരത്തിലുള്ള സർക്കാർ, സെമി ഗവൺമെന്റ്, കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി വാർത്തകൾ ദിവസവും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.